പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ കാറിൽ ഒരു യാത്ര ചെയ്യാൻ പോവാണ്. യാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരെങ്കിലും ജയന്തി ടൗണിലേക്കാണ് പോണത് കേട്ടാ. യാത്രയ്ക്ക് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ പോണ എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിൻഡനും ക്രിസ്റ്റീനും ഇപ്പൊ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. റിൻഡനും ക്രിസ്റ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്റ്റിക്ക് ഒരു ഷോപ്പ്, ഒരു ടീ ഷോപ്പ് തുടങ്ങണം എന്നുള്ളത്, ഒരു കോഫി ഷോപ്പ് തുടങ്ങണം എന്നുള്ളത് ക്രിസ്റ്റീന്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. ഒരു 3-4 കൊല്ലം മുന്നേ ഇങ്ങോട്ട് ഒരു പോസ്റ്ററൊക്കെ അതിനുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഉണ്ണി, മൂന്നാമത്തെ ഒരു ഉണ്ണി ലാൻഡ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ അവർ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പൊ വീണ്ടും ആഗ്രഹം പൊടി തട്ടിയെടുത്തു. അപ്പൊ അവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് അവരുടെ വീട് വെള്ളാങ്കല്ലൂരാണ്, ഇരിഞ്ഞാലക്കുട. അപ്പൊ ഈ ഒരു ചുറ്റുവട്ടത്ത് തുടങ്ങണം എന്നാണ് അവരുടെ ആഗ്രഹം. പിന്നെ അല്ലെങ്കിൽ എറണാകുളത്ത്. അപ്പൊ അവിടെയൊക്കെ കടകളൊക്കെ നോക്കി ലാസ്റ്റ് നമ്മുടെ അഞ്ചേരിയില് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഷോപ്പിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇനി അങ്ങനെ ഇവർ ഇരിഞ്ഞാലക്കുടന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാണ്, നമ്മളുടെ അയലക്കത്തേക്ക് എത്താൻ പോവാട്ടാ. അപ്പൊ നമ്മളിപ്പോൾ പോകണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്കറിയാലോ അവിടേക്ക് ആവശ്യമായ കുറെ പാത്രങ്ങളൊക്കെ ആവശ്യമാണ്. പാചകത്തിനായാലും സെർവ് ചെയ്യാനായാലും ഫുഡ് കഴിക്കാനായാലും ഒക്കെ പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ ഇപ്പോൾ ബിരിയാണി ചെമ്പ്, അങ്ങനെ കുറേ പാത്രങ്ങൾ ആവശ്യമാണ്. അപ്പം അതിൻ്റെ ലിസ്റ്റൊക്കെ ക്രിസ്റ്റി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചു എവിടെ നിന്നാ വാങ്ങിക്കണ്ടേ. ഇപ്പം നമുക്ക് ഇപ്പോൾ പല ആളുകളും പല സാധനങ്ങൾ വാങ്ങിക്കണേലും, ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കായാലും സ്വർണ്ണം എടുക്കായാലും പാത്രങ്ങൾ വാങ്ങിക്കാനായാലും അങ്ങനത്തെ എന്ത് കാര്യങ്ങൾക്കായാലും നമ്മളെ പരിചയമുള്ള ആളുകൾ നമ്മളെ വിളിച്ച് ചോദിക്കും പേഴ്സണലായിട്ട്, നിങ്ങൾ കുറേ ഇതുകളൊക്കെ ചെയ്യണതല്ലേ, അപ്പം നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ക്രിസ്റ്റി നമ്മളോട് ചോദിച്ചപ്പോൾ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫഹദിന്റെ ഷോപ്പുണ്ട്, ന്യൂ കേരളയുണ്ട്. അപ്പൊ ഫഹദിനെ വിളിച്ചു ചോദിച്ചു, ക്രിസ്റ്റി പറഞ്ഞ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ സാധനങ്ങളൊക്കെ അവിടെ ഇല്ല, ഒക്കെ അവിടെ ഉണ്ട്, മാന്യമായ ഡിസ്കൗണ്ടും തരാൻ. വേറെ നിങ്ങൾക്ക് ഏതൊരു കടയിൽ പോണേനേക്കാളും ഏറ്റവും വില കുറവിൽ ഇങ്ങോട്ട് തരാൻ ചേച്ചി ധൈര്യമായിട്ട് അവരും കൊണ്ടിങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പോവാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. വീട് നമ്മളിപ്പം ഒരു ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു വീട് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും അതിലേക്ക് വേണ്ട സാധനങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടാ. അപ്പോൾ നമ്മൾ കേരള ഗിഫ്റ്റ് ഹൗസിൻ്റെ അവിടേക്ക് എത്തിയാണ്. ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്നതാണ് പൂത്തോളത്തെ ജയലക്ഷ്മി, തൃശ്ശൂർ ജയലക്ഷ്മി. ഇതാണ് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ്. അതിന്റെ ഓപ്പോസിറ്റ് അത് കേട്ടാ, ഇതിങ്ങനെ കാണാം. ജയലക്ഷ്മിയുടെ മുന്നിലത്തെ വഴിയോടെ ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിരിക്കാണ്ട് കയറാൻ വേണ്ട കേട്ടാ. ഇത് വലിയ ഒരു ഷോപ്പാണ് കേട്ടാ. അപ്പം ഇനി കടയിലത്തെ കാര്യങ്ങളൊക്കെ സരിതയും ക്രിസ്റ്റിയും കൂടിയിട്ടാണ് പർച്ചേസ് നടത്തുന്നത്, വാങ്ങിക്കുന്നത്. എന്നാലും നോക്കിക്കൂടെ, നമുക്ക് തട്ടുകട വാങ്ങണമെങ്കിലോ. അപ്പൊ നിനക്ക് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് കിട്ടിയില്ലേ. അവളുടെ കൂടെ നടന്നാ പോരെ, ഒന്നും വാങ്ങിക്കണ്ടല്ലോ. ഒന്നും വാങ്ങിക്കണ്ട, ഒരു സാധനത്തിന് തൊട്ട് പോരുത്. ശരി, അപ്പൊ ഒരു പോട്ടെ, ഇത് കടയിലേക്ക് പോണം. കൊറേ സാധനങ്ങളുണ്ട് കേട്ടാ. ഇവിടെ കൊറേ സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട്. ലാഡർ, നമുക്കൊരു ലാഡർ വാങ്ങിക്കണം ചേട്ടാ. തോളത്ത് കയറിയിട്ട് നീ കയറിക്ക ലാഡർ. അപ്പൊ നമ്മള് കടയിലേക്ക് കടന്നു. ഇവിടെയൊക്കെ മാറ്റങ്ങൾ വന്നൂല്ലേ. രതി ചേച്ചി ഇവിടെ പ്രസന്റ് ആണ്. ഞങ്ങളെ കാത്തിരുന്ന് ബോറടിച്ചൊന്നുമില്ല. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഇതാണ് ക്രിസ്റ്റിക്കാണ് സാധനങ്ങൾ ആവശ്യം. നമ്മൾ ഓൾറെഡി ഈ കടേനെ കുറിച്ചിട്ട് വിശദമായിട്ട് എല്ലാതും കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം ഇനി അതുകൊണ്ട് വീണ്ടും ഈ കടേനെ നമ്മൾ കാണിക്കണമൊന്നുമില്ല. നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്നു, അത് മാത്രം കാണാം അല്ലേ. അതെ, ഞാൻ അതിൻ്റെ ഇടയിൽ രതി ചേച്ചിക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറയും അല്ലേ. അതെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ക്രോക്കറീസ് ആണ്, പ്ലേറ്റുകൾ. അപ്പോൾ ക്രിസ്റ്റി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റാണ്. അവർ അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾക്ക് ഡിസൈനൊന്നും ഇല്ലാത്ത വൈറ്റ് പ്ലേറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നോക്കണത്. കിട്ടി, അങ്ങനത്തെ കിട്ടി. 59 രൂപ ഒരു പ്ലേറ്റിൻ്റെ വില. സെയിം. ലിസ്റ്റ് പരിശോധിക്കുകയാണ്, എത്ര എണ്ണം വേണം, ഏതൊക്കെ വേണം.
പ്ലേറ്റ് 24 വേണ്ടത്. അത് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണം കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള വേറെ ഡിസൈനുകളൊന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള വെള്ള പ്ലേറ്റാണ് ക്രിസ്റ്റിക്ക് വേണ്ടത്. പക്ഷെ ഇതും ഇങ്ങനെ ഒരു ഡിസൈൻ വരേണ്ടത് മാത്രം. ഡിസൈൻ വരാത്ത ടൈപ്പ് ഉണ്ട് കേട്ടോ, ഇതുണ്ട്. പക്ഷെ ഇതിനേക്കാളും 4 ഇരട്ടി വിലയാണ്. വെയിറ്റും ഭയങ്കര വെയിറ്റും ഉണ്ട്. ഇത് നല്ല സാധനം. അത് ഇതിന് 59 രൂപയാണ്, അതിന് 160 രൂപയാണ്, 155 രൂപേൻ്റെ വില. അപ്പോൾ ഇങ്ങനത്തെ 24. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജഗ് വേണം. ഓരോ ടേബിൾ മില്ലിക്ക് നമ്മൾ വെള്ളം വെക്കേണ്ട. അപ്പം ഈ ജഗ്ഗാണ് എടുക്കണത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ജഗ്ഗല്ല നല്ലത്. ഡിസൈനുകളുള്ള കുറേ ടൈപ്പ് ജഗ്ഗുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഇങ്ങനത്തെ ഡിസൈനുകളുള്ളതുണ്ട്. പക്ഷേ അതന്നെ. അപ്പം ഇങ്ങനത്തെ ക്രിസ്റ്റി 4 അല്ലേ, 4 ഇങ്ങനത്തെ. എടുത്തോളൂ. എന്തൊക്കെയാ വേണ്ട വെച്ചാൽ എന്ത് വേണേലും എടുത്തോ. സ്റ്റീൽ കപ്പ്, നമ്മൾ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ചായ ഗ്ലാസ്, ജഗ്, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. 24 ഗ്ലാസ്സുകൾ 18 ഇതൊക്കെ എടുത്തു. ഇനിയിപ്പോൾ സ്റ്റീൽ പാത്രങ്ങളുടെ അവിടേക്ക് കിടന്നേക്കാം. 2 കപ്പ്. കപ്പ് സ്റ്റീൽ കപ്പ് എന്തിനാ? ആറ്റാൻ വേണ്ടി. അതന്നെ, ഇത് മതിയാവോ? ഇത് മതിയല്ലേ? ചെറുതാണ്. ഇങ്ങനെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. താങ്ക് യു ചേച്ചിനെ. പിന്നെ ഞാൻ പറയില്ലേ, ചേച്ചി പിന്നെ പണ്ടേ സുന്ദരിയാണ്, അതുകൊണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മുന്നേ വന്നതിനേക്കാളും പാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയെന്ന് തോന്നുന്നു. ഇത്രയ്ക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നിട്ട് ആ വീഡിയോ ഒന്നുകൂടി കണ്ടോക്കണം. ഇവിടെ ഭയങ്കരമായിട്ട് കൂടി. ഒരു കണ്ണിനൊരു എന്തോ പോലെ ഇങ്ങോട്ട് നോക്കുമ്പോൾ. ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു പാത്രം വേണ്ടി വരില്ലേ? ഇതിൻ്റെ ചെറുത്. ഇത് മതിയാവോ? ഇതിലൊരെണ്ണം കറക്റ്റ് ആയിരിക്കും. അതെ. ക്രിസ്റ്റീൻ്റെ ഷോപ്പിൽ എന്തൊക്കെയുണ്ടാവും അറിയാം. ഫുഡ് കോർട്ട് എന്നാ പേരിട്ടാണ് എന്തിട്ടായിരുന്നു ആ പേര് പറയില്ല. അപ്പോൾ നമ്മുടെ അതെ, പാഴ്സലായിരിക്കും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ പിടുത്തിരിക്കുന്ന ഷോപ്പ് കുഞ്ഞ് സൗകര്യമുള്ളൂ. പിന്നെ അങ്ങനെ ആളുകൾ വന്നിരുന്ന് കഴിക്കാൻ മാത്രമല്ല, വലിയ ഷോപ്പ് എടുക്കാനുള്ള പൈസയും നമ്മുടെ ഇല്ല, സാമ്പത്തികവും കുറവാണ്. അപ്പം അതിനനുസരിച്ച് ചെറിയ ഷോപ്പാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ടേക്ക് അവേ കൗണ്ടറായിരിക്കും ഉണ്ടാവുക. ഇരിക്കാവുന്നൊരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ബിരിയാണി ഉണ്ടായിരിക്കും. ചെറിയ സ്നാക്സ്, കട്ട്ലറ്റ്, അങ്ങനെയൊക്കെ മോമോസ് അതൊക്കെ ഉണ്ടാവും. മോമോസ് ഇല്ലേ, കട്ട്ലറ്റ് ഉള്ളൂ. ക്രിസ്റ്റി തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെന്തിട്ടാണ് പൊറോട്ടയും നോൺ വെജ് കറികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതിൽ ബിരിയാണിക്കാണ് ഈ പാത്രം. നോക്കി എന്തൊരു രസമായി ചട്ടകം. നല്ല രസമുണ്ട്, നല്ല ചട്ടകം. ഇതിന് എത്ര രൂപയാണെന്നറിയോ? 90 രൂപ. അതുപോലെ ഈ സാധനം കണ്ട, ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ പുഷ്കലാൻഡിയുടെ ഫ്ലാറ്റിൽ പോയപ്പോഴാണ് ഇത് കാണുന്നത്. അവിടെ നോക്കിയപ്പോൾ ഇത് അടിപൊളി. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഈ സിങ്കിലുണ്ടല്ലോ, വേസ്റ്റ് നമ്മൾ എത്ര വാരി കളഞ്ഞാലും ചോറും പറ്റാത്ത കുഞ്ഞ് സാധനങ്ങളൊക്കെ പോയിട്ട് അടഞ്ഞിട്ട് പ്രശ്നം വരൽ സ്ഥിര സംഭവമാണ്. നമുക്കറിയാലോ, അടുക്കളയിൽ പെരുമാറുന്ന പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു സാധനം ഈ സിങ്കിൽ അതിൽ വെച്ചാൽ ചെറിയ കടുകുകളിൽ കടുക് മണി അതുപോലെ ഇത് തടഞ്ഞിരിക്കും. അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് കളഞ്ഞിട്ട് അവിടെ തന്നെ വെക്കാം. എന്നിട്ട് ആൻറ്റീനെ പിന്നെ കൊണ്ടുവന്നാക്കാനായിട്ട് പാലക്കാട് പോയപ്പോൾ ആൻറ്റി വാങ്ങിച്ച കടയിൽ പോയിട്ട് ഞങ്ങളത് വാങ്ങിച്ചു. ഞാൻ അത് തൃശ്ശൂർ കടകളിൽ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏത് ഇവിടെ ഉണ്ട് കണ്ട. 100 രൂപയാണ് ഇതിൻ്റെ വില, 110 രൂപ. ചെറിയ എല്ലാ സൈസിനും പറ്റിയ ഇതുകളുണ്ട് കേട്ടോ. കണ്ട ഏത് കുറേ മോഡലുകളുണ്ട്. ചായലരിപ്പ പോലത്തെ സാധനം. നമ്മൾ സ്റ്റീലിൻ്റെ സെക്ഷനിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ, കുറച്ച് സമയമായി. ഇവിടെ കുറച്ചധികം പാത്രങ്ങൾ ക്രിസ്റ്റിക്ക് ആവശ്യമുണ്ട്. ക്രിസ്റ്റി അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ റെസ്റ്റ് എടുക്കണം എന്നുള്ളവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം. ചിരവ
ചിരവയാണിത്. ചിരവ കുഴപ്പമില്ല കേട്ടാ. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ വലിയ ചെമ്പ് നോക്കാണ്. ഈ ബിരിയാണി ചെമ്പാണ് നമ്മൾ വാങ്ങിക്കണ കേട്ടാ. അതിൻ്റെ മൂടി ഇതെടുക്കുന്നുണ്ട്. എനിക്കല്ല കേട്ടാ, ക്രിസ്റ്റിക്ക്. ഞാൻ അതെന്തൊരു സാധനമാണാവാൻ വിചാരിച്ചു. കത്തി മുറിച്ച് കൂട്ടാനുള്ള സാധനമാണെന്നത്. അപ്പം ക്രിസ്റ്റിക്ക് ഇത് ആവശ്യം കേട്ടാ. എപ്പോഴും കത്തി മുറിച്ച് കൂട്ടേണ്ടി വരും. അതെ, ഒതുങ്ങില്ല. ബഡ്ജറ്റൊക്കെ പോയിട്ടാണ് ഇരിക്കണേ. അത് കുഴപ്പമില്ല, നമുക്ക് ഫഹദിന് പൈസ നമുക്ക് പരമാവധി ആൾ തരും. ഇത് 134 രൂപ കേട്ടോ അതിൻ്റെ വില. കത്തി മുറിച്ച് കൂട്ടാനുള്ള സാധനം. ഈ ടൈപ്പ് ആകുമ്പോൾ 116 രൂപ. ഇത് മതി നമുക്ക് ശരിക്കും. ചെറുത് വേണമെങ്കിൽ ഉണ്ട് 57 രൂപ. എനിക്കിത് വേണം. പാത്രം തേക്കുന്ന സ്ക്രബ്, ഗ്യാസ് സ്റ്റൗവ്, ഇങ്ങനത്തെ ഇത്തിരി വലിപ്പമുള്ളത്. ആ ബിരിയാണിക്ക് ഉണ്ടാക്കണം ഇത്തിരി വലിപ്പമുള്ളത് വേണം. അതിനേക്കാൾ ചെറുത് വേണ്ടി വരും അല്ലേ? ഈ വലിപ്പം മതി. അതിന്റെ കുറച്ചും കൂടെ വലിപ്പം വേണ്ട ഉണ്ടല്ലേ? അപ്പൊ ഇത് മതി. ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റിക്ക് സ്നാക്സ് വരാൻ വേണ്ടിട്ടാ. അപ്പൊ ഇതിൽ നിറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒരു 10-20 മിനിറ്റ് ഒക്കെ തിളപ്പിക്കുക. അപ്പൊ ഈ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ കറയൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് വന്ന് നല്ല കറുത്ത കളറായിരിക്കും കഞ്ഞിവെള്ളം. എന്നിട്ട് അത് കളഞ്ഞിട്ട് തണുത്തതിന് ശേഷം കളയുക. എന്നിട്ട് വീണ്ടും നന്നായി കഴുകണം. നന്നായി കഴുകിയതിനു ശേഷം വീണ്ടും കഞ്ഞിവെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. അങ്ങനെ 2 പ്രാവശ്യം തിളപ്പിച്ചത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ കറകളൊക്കെ പോകും. പിന്നെ ഇതൊന്ന് മയങ്ങി കിട്ടാൻ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു സബോള അങ്ങനെ മുറിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പോലെയാവും. നല്ല നന്നായി വഴന്നു കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഈ പാത്രം അതേപോലെ വെക്കുക, കഴുകണ്ട. കഴുകരുത്. അതെ, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാം. അല്ല, ഇത് നമ്മൾ കഴുകി തുരുമ്പിന്റെ കുത്തുകൾ നിറച്ച് വരും പിന്നെ ഉപയോഗിക്കാൻ എടുക്കുമ്പോ. അപ്പൊ തന്നെ വെക്കുക. ഉപയോഗിക്കാൻ എടുക്കുമ്പോ കഴുകാം. ഇതിന് 304 രൂപയാണ് കേട്ടോ വില. മുകളിലത്തെ നിലയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നേക്കാണ്. ഇപ്പം ഇവിടെ കുറേ ഇവിടെ എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ബൗളുകൾ, ചെറിയ ബൗളുകൾ, അങ്ങനത്തെയൊക്കെ മയണൈസൊക്കെ വെക്കാനായിട്ട് പറ്റിയ അങ്ങനത്തെ സെർവ് ചെയ്യാനുള്ള കുഞ്ഞു ബൗളുകളുണ്ട് ഇവിടെ. ഇതിനൊന്നും വലിയ വിലയില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെയാണ് വാങ്ങിക്കാൻ വന്നേക്കണേ. അപ്പം ഇങ്ങനത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജ്യൂസ് ഗ്ലാസുകൾ മറ്റേ തന്നെ മതില്ല. ജഗ്ഗു സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകണ കുപ്പി ഉണ്ട്, അത് പൊട്ടിയതിന് മൂടി. അപ്പം അതിനെ പറ്റിയ കുപ്പി ഞാൻ നോക്കട്ടെ കേട്ടാ. ചേച്ചി ഇതൊക്കെ ഫ്ലാസ്കുകളല്ലേ? അതൊക്കെ ഫ്ലാസ്കുകൾ. അല്ലാണ്ട് ഉള്ളിൽ സ്റ്റീലായിട്ടുള്ള ബോട്ടിലില്ലേ? അതെവിടെയാ? ഞാൻ നോക്കിയിട്ട് വരാം. ഇങ്ങനെ ഈ ടൈപ്പ് വേണോ? കവർ ഇട്ടാ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ.
എക്സോസ്റ്റ് ഫാൻ എടുത്തു കേട്ടാ. ഇപ്പൊ എന്തായി കഴിഞ്ഞ ടിഷ്യൂ ഹോൾഡർ നോക്കണം. സാധനങ്ങളും കൂടി ഉള്ളു. കഴിഞ്ഞു. ഇതൊരു പൊട്ടറ്റോ അരിയാണുള്ളത്. ഇത് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഇതില് പൊട്ടറ്റോ എന്താണ് അരിയാന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസ് ആയി അവിടെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാല് സ്ലൈസ് ആയിട്ട്. അപ്പൊ ഇത് ക്രിസ്റ്റിക്ക് ആവശ്യമാണല്ലോ. അതെ, പൊട്ടറ്റോ ഫ്രൈ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. തന്നെ ഇത് ലേസ് കമ്പനിക്കാർക്കൊക്കെ വേണ്ടത്. പിന്നെ കോപ്പർ ബോട്ടിൽ വെള്ളാക്കി വെക്കാൻ. ഇതിനെന്തിട്ടോ ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. കോപ്പറില് വെള്ളാക്കി വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാല് pH ലെവലൊക്കെ കറക്റ്റ് ചെയ്യും. അപ്പൊ കുടിക്കാനുള്ള വെള്ളത്തിലാക്കി വെക്കാം അല്ലേ? കുടിക്കാനുള്ള വെള്ളത്തിലാക്കി വെക്കാം. ഇതൊക്കെ പുതിയ സാധനങ്ങൾ വന്നിട്ടുള്ളതാണ്. സാധനങ്ങൾ വന്നിട്ടുള്ളത് 1319 രൂപയാണ് ഇതിന്റെ വില. ഫുൾ കോപ്പറാണ് കേട്ടോ ഉള്ളിലും. ഇതൊരു പുതിയത് നമുക്ക് ജ്വല്ലറി ബോക്സ്. ഇതൊക്കെ ജ്വല്ലറി ഉള്ളവർക്കല്ലേ വേണ്ടോ? അതെ, മാലയൊക്കെ കൊളത്തിയിട്ട് കൊളത്തിയിടാം. വേണമെങ്കിൽ ഇതൊന്നും വെക്കാതല്ല. അത് തുറക്കാം. ഇതിന്റെ ഉള്ളിൽ മോതിരൊക്കെ മോതിരൊക്കെ വെക്കാം. ഇത് കൊള്ളാം. മാലയൊക്കെ കൊളത്തിട്ടിട്ട് വെക്കുക. ഒരു ബോക്സിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും വെക്കാം. പിന്നെ ഒരു പൗച്ച് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. പിന്നെ ഇവിടെയും കൊളത്തിടാം. ഇത് ടൈറ്റ് ആക്കാൻ ഉള്ളിട്ട് മുറുക്കാൻ പാത്രമൊക്കെ ഉണ്ടാവില്ലേ പണ്ട് അമ്മമാർക്ക്? അതുപോലെ 722 രൂപയുള്ളൂ. റേറ്റും കുറവാണ്. ഫുൾ സ്റ്റീലാണ്. ഞാനിത് വെയിറ്റ് ആയിട്ട് വരുന്നത് എടുത്തോ. ഞാനേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ പാത്രം നമുക്ക് ആവശ്യമാണ്. അന്ന് ഞങ്ങള് ആദ്യത്തെ വട്ടോടെ വന്നപ്പോ എന്നെ എനിക്ക് നോട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാം കൂടി ഇപ്പൊ കാശ് കുറേ ആയിട്ടായിരുന്നു. അത് കാരണം പിന്നെ വാങ്ങിക്കാൻ വെച്ചിട്ട് മാറ്റി അത് പിന്നേക്ക് വെച്ചതായിരുന്നു. ഈ ട്രൈപ്ലൈയുടെ ഒരു ഫ്രൈ പാൻ നമ്മൾ വാങ്ങിയിരുന്നു ഹോക്കിൻസിന്റെ. ഇത് ട്രൈപ്ലൈയുടെ ഇങ്ങനത്തെ കടായി. നല്ല കനണ്ടത്. ഇത് 3 കോട്ടിങ് 3 ലെയർ വരുന്നുണ്ട്. അതാണ് ഇതിനെ ട്രൈപ്ലൈ എന്ന് പറയണത്. മാത്രല്ല ഇത് നല്ല കനമാണ്. ബെസ്റ്റ് പാത്രമായിട്ടത് മൂടി അടക്കം. ഇതിന്റെ മൂടി സ്റ്റീലിന്റെ മൂടിയാണ്. സ്റ്റീലല്ല അല്ലേ? ഇത് ട്രൈപ്ലൈ തന്നെയാണ്. ഇത് മൂടിയും. പിന്നെ ഹോക്കിൻസ് ആണെങ്കിൽ മൂടി ഗ്ലാസ് ആണ്. ഇത് കണ്ട, ഇത് ഗ്ലാസ് ആണ് മൂടി വരുന്നത്. അപ്പോൾ ഈ പാത്രത്തിന്റെ MRP എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 4540 രൂപയാണ്. 4540 രൂപ. ഇതിന് 3405 രൂപയ്ക്ക് കിട്ടും. 1100 രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടാ. ഇത് കടയിൽ വന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഈ 3405 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ ഇത് വീട്ടിലെത്തും. ഇതിന് ഒരു ഡെലിവറി ചാർജും ഒന്നും കൊടുക്കണ്ട. ഈ 3000 MRP-നേക്കാളും ഈ ഓഫർ പ്രൈസ് ഇല്ലേ അതിൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ വന്ന് വാങ്ങിച്ചാലും ഈ വിലയ്ക്ക് തന്നെ കിട്ടും. എന്താ ചേച്ചി അവിടെ നിന്ന് കൈയും കാലും കാണിക്കണ്? വലുതും പറയണ്ട ഇല്ലേ? ഞാൻ ചേച്ചിക്ക് വലുതും പറയാണ്ടാവും ചേച്ചി. അപ്പോൾ വിളിച്ച് ഓർഡർ ചെയ്യാം കേട്ടാ. ഹോക്കിൻസിന്റെ വേണ്ടവരത്, വിനോദിന്റെ വേണ്ടവരത് ഓർഡർ ചെയ്യാം. ഹോക്കിൻസിനാണ് വില കുറവ് അല്ലേ വിനോദിനേക്കാളും? വ്യത്യാസം വലിപ്പ വ്യത്യാസം ഉണ്ടാവായിരിക്കും. ഇത് 3250 രൂപയാണ്. ഇതല്ലേ നമ്മൾ വാങ്ങിക്കണേ. ഞങ്ങൾ വാങ്ങിക്കണേ ഈ പാത്രത്തിന്റെ 3250 രൂപയാണ്. ഇനിയിപ്പോ നാളെ തൊട്ട് ഇതിലോരോ പാചകം ചെയ്യണ കാണുമ്പോ ഇങ്ങനെ കമന്റ്സ് വരും. ഇത് എവിടെന്നാ വാങ്ങിച്ചേ, ഇതിന് എത്ര രൂപയായി, എത്ര രൂപയായി? 2700. അപ്പൊ 3250 രൂപയാണ്. 14% ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമുക്ക് 2763 രൂപയ്ക്കാണ് ഞങ്ങൾ ഇത് വാങ്ങിക്കണേ. അപ്പൊ നിങ്ങൾക്കും കിട്ടും കേട്ടാ. നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ ഫ്രീ ഡെലിവറി. കുക്കറല്ല, കുക്കറൊന്നുമില്ല. കുക്കർ വരുന്നുണ്ട്. ട്രൈപ്ലൈയുടെ കുക്കറുണ്ട്. കുക്കറുണ്ട്. പിന്നെ ബിരിയാണി പോട്ടുണ്ട്, കടായികള്. പിന്നെ അപ്പോൾ ട്രൈപ്ലൈയുടെ എന്ത് പാത്രങ്ങൾ വേണമെങ്കിലും ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കും.
അപ്പോൾ അത്യാവശ്യം നമ്മുടെ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ വന്നതാണ്. ഉച്ചയ്ക്ക് ഇടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വന്നിട്ടാണ് ഇത് മുഴുവൻ വാങ്ങൽ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇവിടം തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ സാധനങ്ങൾ. കണ്ട ഇവിടം തൊട്ട് തുടങ്ങി ഓവനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇത് കണ്ട ഇത് ഇങ്ങനെ പോയി ദേ ഇതിങ്ങനെ പോയി ദേ ഇത് വന്ന് ദേ ഇവിടം വരെ വന്നിട്ട് ഇവിടം വരെ ഈ സ്റ്റൗവ് ഇങ്ങനെ. ഇത് പിന്നെ നമ്മൾ വാങ്ങിച്ചതാട്ടെ. ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ജഗ്ഗുവിനൊരു വാട്ടർ ബോട്ടിൽ വേണമെന്ന്, അതും ഇതും. പിന്നെ കുറച്ച് പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എത്തുള്ളൂ. നമ്മൾ പറഞ്ഞ പോലത്തെ മോഡല് നമുക്ക് 24 എണ്ണം വീതം വേണം. പ്ലേറ്റുകൾ ഉണ്ടല്ലേ? ആ ഓക്കെ. ഇതെന്തുട്ടാ? എക്സോസ്റ്റ് ഫാൻ. ഇത് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകണില്ല. ഇപ്പോൾ ബില്ലടിച്ച് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പോവാണ്. നമുക്ക് ഇതിലത്തെ 2-3 ഐറ്റംസ് മാത്രം ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ ഇന്ന് എടുത്തിട്ട് പോവും. ബാക്കി നമ്മളിനി ഒരാഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അത് ഇവിടെ നോളില്ലേ, ഇവിടെ വെക്കും കേട്ടാ. അങ്ങനെ അപ്പം ഇനി ബില്ലടിക്കുക എന്നുള്ളൊരു വലിയ കർമ്മമാണ് ഇനി ചെയ്യാൻ പോണത്. ചെയ്തോളൂ ചേച്ചി. അപ്പം അങ്ങനെ ദീർഘമായൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ജഗ്ഗുവിന് സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമായി, അതുകൊണ്ട് ഞങ്ങൾ പോവാം. അല്ല ചിത്തിലൂടെ നേരെ ഇവിടെ നിന്നേനെ. ഇപ്പം ഇത് മാത്രം കൊണ്ടുപോകണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. ബാക്കിയൊക്കെ ഇനി ഇവിടെ തന്നെ വെക്കും. മൊത്തം എത്ര പൈസ എന്നൊക്കെ പിന്നെ പറയാട്ടെ. കാരണം ഇപ്പം ഇത് മാത്രം എടുക്കണതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മാത്രം ബില്ലടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇനി എടുത്തിട്ട് ബില്ലടച്ച് അടയ്ക്കുമ്പോൾ പറയാം കേട്ടോ. എത്ര പൈസയും മൊത്തം എത്ര കാശിൻ്റെ പർച്ചേസ് ചെയ്തു എന്ന് പറയാം.